ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ട് അതിനെക്കുറിച്ച്. അതിന് ഒരു കാരണം, ഞാൻ ആക്ച്വലി ഒരു ട്രിപ്പിലായിരുന്നു, ഒരു 5-6 ദിവസത്തേക്ക്. ആ ട്രിപ്പ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അവിടെ പോയ ഉടനെ തന്നെ എന്റെ ശബ്ദം എനിക്ക് പൂർണ്ണമായിട്ടും പോയി. പിന്നീട് ഒരുവിധമൊക്കെ റിക്കവർ ആയി വന്നത് തന്നെ ഇന്നലേക്ക് കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാറുള്ളത്. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, മനഃപൂർവ്വം അല്ല ഇത് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് പോയത് കൊണ്ട് തന്നെയാണ്. ഫാമിലി ട്രിപ്പ് ആയിരുന്നു. ഇപ്പോൾ ന്യൂ ഇയറിന്റെ തുടക്കത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. രണ്ടാമത്തത് എന്റെ ഹെൽത്ത് റീസൺ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും നീണ്ടുപോലായിരുന്നു. 5 days കഴിയുമ്പോൾ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ക്ലാസ്സസ് എല്ലാ ദിവസവും ഇനി ഇതുപോലെ തന്നെ കാണും. ഇനി ഉടനെ ഞാൻ എനിക്ക് എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ അതുപോട്ടെ. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് പുവർ ഡിമാൻഡ് ഹിറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ബൈ പ്രൈവറ്റ് സെക്ടർ ഇൻ Q3 എന്ന് പറയുന്ന ന്യൂസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 2 types of investments are there. Investment by governments and investment by private companies like Reliance, Tata. All these companies are private investors. At the same time, Government of India and various state governments are also investing in our infrastructure. That is CapEx. CapEx means capital expenditure. CapEx by government means public CapEx, and CapEx by private parties means private CapEx. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റിനെ ട്രാക്ക് ചെയ്യുന്ന ചില ഏജൻസീസ് ഉണ്ട്. അതല്ല, ഗവൺമെന്റിന്റെ തന്നെ കണക്കുണ്ട്. അപ്പൊ ഇതൊരു ഏജൻസിയുടെ കണക്ക് അനുസരിച്ച് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള, ദാറ്റ് ഈസ് Q3 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2024-25. Q3 ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇൻ ദാറ്റ് Q3, പ്രൈവറ്റ് capital expenditure or private investment declined by 1.4%. Declined by 1.4%. That means private investors have not that much confidence in the India growth story. They are wary about the consumption and the decline in the Indian economy. അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ നമ്മളുടെ കൺസംഷൻ കൊണ്ടാണ് ഇന്ത്യൻ GDP ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇന്ത്യ ഈസ് നോട്ട് ആൻ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമി ലൈക്ക് ചൈന ഓർ US or other European nations. But India is growing at a very good pace because of the consumption happening inside our country. അപ്പൊ ആ കൺസംഷൻ, ഇൻഫ്ലേഷൻ പോലുള്ള റീസൺസ് കൊണ്ട് കൺസംഷൻ റെഡ്യൂസ് ആവുകയാണ്. റൂറൽ കൺസംഷൻ ആൻഡ് അർബൻ കൺസംഷൻ ബോത്ത് ആർ റെഡ്യൂസിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് വെരി മച്ച് എൻതൂസിയാസ്റ്റിക് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോസ്പെക്ട്സ് ഇൻ ഇന്ത്യൻ എക്കോണമി. അപ്പൊ അതാണ് സംഭവിച്ചത്. 1.4% കുറഞ്ഞു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇൻ ദ Q3, ഗവൺമെന്റ്, വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റഡ് drastically in Indian economy. Government of India Q2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 11% മോർ ഇൻവെസ്റ്റ് ചെയ്തു. അതേ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് 33-34% മോർ ഇൻവെസ്റ്റ് ചെയ്യുന്ന. പക്ഷെ ഈ കണക്കുകൾ നമുക്ക് എഴുതിയെടുത്ത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറയുകയാണ്, നമ്മുടെ എക്കോണമിയെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതുകൊണ്ടാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് റെഡ്യൂസ് ചെയ്തു ആസ് കമ്പയർഡ് ടു Q3, Q2 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2024-25. ബട്ട് അറ്റ് ദ സെയിം ടൈം public investment increased drastically, especially investment by state governments. That is triple സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ട്രിപ്പിൾ ആയി. സെൻട്രൽ ഗവൺമെന്റ് 11% ആണ് Q2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്തത്. അതേസമയത്ത് 33% ഗ്രോ ചെയ്തു സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ. അപ്പം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പൊ ആ ഒരു കണക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിനപ്പുറം അതിന് വലിയ പ്രാധാന്യം ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 1.4% പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു പറയുന്നത് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല. കാര്യം അതൊരു ചെറിയ കുറവാണ്. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റും ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ സെയ്ഫ് അലി ഖാൻ അറ്റാക്ക് ചെയ്തതൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പം അറ്റാക്കറിനെ കസ്റ്റഡിയിൽ എടുത്തെന്നൊക്കെ ഒരു ന്യൂസ് കാണാം. പിന്നെ ഇത് വലിയ ആവശ്യമൊന്നുമില്ല. ഇത് ഹിന്ദുവിന്റെ, ഇപ്പൊ നമ്മളെ മാതൃഭൂമിയൊക്കെ ഇവിടെ കേരളത്തിൽ ലിറ്റററി ഫെസ്റ്റിവൽ നടത്താറുണ്ട്. എന്നൊക്കെയുള്ള പേരിൽ ഇവിടെ കനകക്കുന്നിലൊക്കെ വെച്ചാൽ നടക്കുന്നത്. അതിനിപ്പോ ഉടനെ വരും. അതുപോലെ ഹിന്ദു പോലുള്ള ന്യൂസ് പേപ്പേഴ്സ് ദേ ആർ ഓൾസോ കണ്ടക്ടിങ് ദെയർ ഓൺ ലിറ്റററി ഫെസ്റ്റിവൽസ്. അപ്പൊ അതിന്റെ ന്യൂസും നമുക്ക് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ തന്നെ ഒരു കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് അതിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു ന്യൂസ് കാണാം. 3 lakh crore aid given to AP in 6 months. Amit Shah, India's Home Minister, visited Andhra Pradesh yesterday to participate in the 20th Racing Day ceremony of NDMA, National Disaster Management Authority. NDMA, what is NDMA? National Disaster Management Authority. NDMA, National Disaster Management Authority, was formed in 2006.
NDMA National Disaster Management Authority was formed in 2006 based on National Disaster Management Act 2005. Based on National Disaster Management Act 2005, NDMA National Disaster Management Authority was formed in 2006. മനസ്സിലായോ? അപ്പൊ സോറി ഒരു സെക്കൻഡ്, NDMA ആണോ NDRF ആണോ ഞാൻ നോക്കട്ടെ, ഒരു സെക്കൻഡേ. ഇവിടെ അകത്തെ പേജിലുണ്ട് NDRF ആണ് ഫോം ചെയ്തത്. NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, NDRF ആണ് ഫോം ചെയ്തത്. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. വാട്ട് ഈസ് NDRF? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്താണെന്ന് മലയാളിയൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ല. ഇപ്പൊ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അവരാണ് ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ എൻഗേജ് ചെയ്തത്. ദാറ്റ് ഈസ് എ ഡെഡിക്കേറ്റഡ് ഏജൻസി ടു എൻഗേജ് ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസ് ആക്ഷൻസ്. ഇപ്പം ലാൻഡ് സ്ലൈഡ്സ്, എർത്ത്ക്വേക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവം. ഫയർസ് ഉണ്ടാവും മാത്രം അവരല്ല, ഫയർ ഫോഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യേണ്ടത്. ഫയർ ഒഴിച്ച് ബാക്കി എന്ത് കൈൻഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും അവരാണ് റെസ്പോൺസിബിൾ ഏജൻസി ടു കോർഡിനേറ്റ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. NDRF, National Disaster Response Force. So National Disaster Response Force NDRF was formed in 2006 based on National Disaster Management Act 2005. So that was introduced in UPA 1 rule. That time Prime Minister was Manmohan Singh. അല്ലേ? UPA 1 2004 to 2009 വരെയാണ് ഇന്ത്യ ഭരിച്ചത്. UPA 2 2009 തൊട്ട് 2014 വരെയും. അതിനുശേഷമാണ് നരേന്ദ്രമോദിയുടെ അൺഇൻറ്ററപ്റ്റഡ് റൂൾ അപ് ടു ഈ നിമിഷം വരെയും. ഓക്കെ, അപ്പോ NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ റേസിംഗ് ഡേ സെറിമണി. അപ്പൊ NDRF വന്നത് January 19 January 19, 2006. January 19, 2006. So NDRF racing day is on January 19. So 20th NDRF racing day was celebrated on January 19, 2025. That is yesterday. Amit Shah is the Home Minister of India, and this NDRF comes under the Home Ministry only. So he participated in the racing day celebrations at Andhra Pradesh yesterday. അപ്പൊ ആന്ധ്രാപ്രദേശിന് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത സഹായത്തിന് കാര്യം ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നവരാണ് TDP, തെലുഗുദേശം പാർട്ടി. തെലുഗുദേശം പാർട്ടി is regional political force and supremo of Telugudesham party is Andhra Pradesh Chief Minister Chandrababu Naidu, and they are supporting Narendra Modi government because Narendra Modi government has no majority. കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് 240 സീറ്റേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു മെയിൻ സപ്പോർട്ടർ ഓഫ് NDA അല്ലെങ്കിൽ BJP ഗവൺമെന്റ് ആണ് TDP, തെലുഗുദേശം പാർട്ടി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ പ്ലീസ് ചെയ്ത് നിർത്തിയാലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇത്രയും വലിയ സഹായമൊക്കെ ആന്ധ്രയെ കൊടുക്കുന്നത്. 3 lakh crore കഴിഞ്ഞ 6 months കൊണ്ട് കൊടുത്തെന്നാണ് അമിത് ഷാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വേറൊരു കാര്യം. താഴോട്ട് വരുമ്പോൾ ജല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. ജല്ലിക്കെട്ട് നമുക്കറിയാം, ഇടയ്ക്ക് വെച്ച് അനിമൽ ക്രൂവൽറ്റി എന്നുള്ള പേരിൽ പീറ്റ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സുപ്രീം കോർട്ടിൽ പോയി ബാൻ മേടിച്ച സംഭവമാണ് ജല്ലിക്കെട്ട്. വാട്ട് ഈസ് പീറ്റ? People for Ethical Treatment on Animals. What is PETA? People for Ethical Treatment on Animals. That is an NGO kind of organization. They are mainly engaged in animal rights protection. They went to Supreme Court and they asked for banning of Jallikattu and Kambala. Kambala is also a kind of bull taming exercise in Karnataka. Kambala. Both were banned by Supreme Court at that time. പക്ഷേ അതിനുശേഷം വലിയ പ്രൊട്ടസ്റ്റ് എതിരെ അഗേൻസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ടാവുകയും അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഓർഡിനൻസുകൾ പാസ്സാക്കി സ്പെഷ്യൽ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ മേടിച്ച് അതിനെ ആക്ട് ആക്കി ജല്ലിക്കെട്ടൊക്കെ എപ്പോഴും നടത്തിയ തമിഴ്നാട്ടിൽ. പക്ഷേ സ്റ്റിൽ ഒരുപാട് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു ഇപ്രാവശ്യത്തെ ജല്ലിക്കെട്ടിലും. ഓക്കെ, അനിമൽ ക്രൂവൽറ്റി കഥയുണ്ട്, ഇത് സംശയമൊന്നുമില്ല. പിന്നെ ആർജിക്കർ റേപ്പ് ആൻഡ് മർഡർ സെന്റൻസിങ് ഓഫ് കൺവിക്ട് ടുഡേ. അപ്പൊ അതും നമുക്കറിയാവുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിലുണ്ടായ റേപ്പിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിയെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. ആ പ്രതിക്ക് മിക്കവാറും വധശിക്ഷ കിട്ടിയേക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഒരു വേർഡിക്റ്റ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയലുണ്ട് ഹിന്ദുവിൽ, അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അകത്ത പേജിലേക്ക് പോകുമ്പോൾ അപ്പൊ ഇത്രയാണ് ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. അകത്ത പേജിൽ പോകുമ്പോൾ ഡൽഹി ഇലക്ഷനെ കുറിച്ചാണ്. ഡൽഹി ഇലക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. ഡൽഹി ഈസ് എ യൂണിയൻ ടെറിട്ടറി. ഇന്ത്യ 3 Indian union territories are having legislative assembly and chief minister. That one is Jammu and Kashmir. Jammu and Kashmir chief minister is Omar Abdullah, and another union territory is Delhi. Delhi chief minister is Atishi, and another union territory Puducherry is having a legislative assembly and its chief minister is
നാരായണസ്വാമി, പുതുച്ചേരി. അപ്പൊ ഈ 3 യൂണിയൻ ടെറിട്ടറീസിന് മാത്രമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ചീഫ് മിനിസ്റ്റർ, ഈ 3 പേരൊക്കെ ഉള്ളത്. ബാക്കി യൂണിയൻ ടെറിട്ടറീസിനൊന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ചീഫ് മിനിസ്റ്റർ ഒന്നും ഇല്ല. സോ ഡൽഹി ഈസ് ഗോയിങ് ടു ഇലക്ഷൻ ഇൻ ഫെബ്രുവരി. ഇപ്പൊ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കും. ആൻഡ് റൂളിംഗ് പാർട്ടി ഈസ് AAP, ആം ആദ്മി പാർട്ടി, ആൻഡ് മെയിൻ കണ്ടന്റർ ഫോർ ഡിസ്പ്ലേസിംഗ് ആം ആദ്മി പാർട്ടി ഫ്രം പവർ ഈസ് BJP. അപ്പൊ അവർ രണ്ടുപേരും തമ്മിലാണ് അവിടുത്തെ മെയിൻ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ വേറെ ഒന്നും പറയാല്ല. എന്താ പറയാ, ഡൽഹി ഇലക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജില് ആഫ്റ്റർ സെന്റേഴ്സ് കോൾ ഫോർ ടോക്സ് എക്സ്കെയിം പ്ലാൻസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഡ്രാഫ്റ്റ് അഗ്രി മാർക്കറ്റിംഗ് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് name is National Policy Framework on Agricultural Marketing. You should try to by heart the name of that National Agriculture Policy of Government of India, National Agriculture Marketing Policy of Government of India. അതിന്റെ പേര് ഇപ്പോഴാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡ്രാഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നാഷണൽ ഡ്രാഫ്റ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് പോളിസി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പേര് NPFAM എന്നാണ്. NPFAM. What is the expansion of NPFAM? National Policy Framework on Agricultural Marketing. NPFAM, National Policy Framework on Agricultural Marketing. It is a bone of contention between Indian farmers and Government of India. Actually, Government of India wants to introduce this act in India. ഇതൊരു പോളിസിയാണ്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ ഒക്കെ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലിരിക്കുന്ന പോളിസീസിനെ മാറ്റിക്കൊണ്ടുവരുന്ന ഒരു പുതിയ പോളിസിയാണ്. ബട്ട് എസ്പെഷ്യലി പഞ്ചാബ് ആൻഡ് ഹരിയാന ഫാമേഴ്സ് ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദിസ് ന്യൂ മാർക്കറ്റിംഗ് പോളിസി. അവര് ഇപ്പൊ മുമ്പ് ഫാം ലോസ് ഒക്കെ ഇന്ത്യയിൽ മോദി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കൊണ്ടുവന്നുള്ള അജിറ്റേഷൻസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ ദ എൻഡ് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റത്തില്ല. സംടൈംസ് ഫാമേഴ്സ് വിൽ പ്രിവെയിൽ ഓർ ഗവൺമെന്റ് വിൽ പ്രിവെയിൽ. ഗവൺമെന്റ് പ്രിവെയിൽ ചെയ്താൽ ഈ നിയമം ഇന്ത്യയിൽ കാണും. ഫാമേഴ്സ് ആണ് പ്രിവെയിൽ ചെയ്തെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരും. അന്ന് ഫാം ലോസ് ഒക്കെ റിമൂവ് ചെയ്തതുപോലെ. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാസ്റ്റ് സർവേ നടത്തിയ സ്റ്റേറ്റ് ബീഹാർ ആണ്. കാസ്റ്റ് സർവേ അത് അറിഞ്ഞിരിക്കുക. ആ കാസ്റ്റ് സർവേയുടെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ റിസർവേഷനൊക്കെ മാറ്റിമറിക്കാൻ ബീഹാർ ഗവൺമെന്റ് ശ്രമിച്ചെങ്കിലും ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ the ceiling of reservation is 50%. So if a state government tries to remove that cap of 50%, they cannot do that because parliament constitutional amendments വഴി അത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഈ 50% റിസർവേഷൻ ഇന്ത്യയിലുള്ള നാളെ 70% റിസർവേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഷുഡ് ഇംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഷുഡ് ട്രൈ ടു make some amendments to the Constitution of India. Then only they can remove the cap of reservation, which is now fixed at 50%. അപ്പം ബീഹാർ ഗവൺമെന്റ് അങ്ങനെ കാസ്റ്റ് സർവേയുടെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ കൂട്ടാൻ നോക്കിയെങ്കിൽ അത് കോർട്ട് സമ്മതിക്കില്ല. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതല്ലല്ലോ പറയുന്നത് 50% ആവാവുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ് ടു കണ്ടക്ട് കോംപ്രഹെൻസീവ് കാസ്റ്റ് സർവേ ഇൻ ഇന്ത്യ ഈസ് ബീഹാർ. മറ്റു പല സ്റ്റേറ്റുകൾ ഉടനെ നടപ്പാക്കുമെന്ന് പറയുന്നു. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നിതീഷ് കുമാറാണ്. പിന്നെ ഇവിടെ നിങ്ങൾ പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ, ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഹിമാചൽ പ്രദേശ് ഈസ് ദ ഓൺലി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ബീങ് റൂൾഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റൂൾ ചെയ്യുന്ന ഒരേ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംലയാണ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഷിംലയാണ്. പിന്നെ സംഭൽ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. സംഭൽ മോസ്ക് നമ്മൾ ഈ ഇടയ്ക്ക് വലിയ ന്യൂസ് ആയതാണ്. ഉത്തർപ്രദേശിലെ സംഭൽ ഡിസ്ട്രിക്റ്റിലാണ് ആ മോസ്ക് വരുന്നത്. ആ മോസ്കിന്റെ യഥാർത്ഥ പേര് ഷാഹി ജമാ മസ്ജിദ് എന്നാണ്. ഈ ഷാഹി ജമാ മസ്ജിദ് നിൽക്കുന്നത് പണ്ട് ഔറംഗസീബിന്റെ പീരീഡില് ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണെന്നുള്ള പേരിലാണ് ഇപ്പൊ വിവാദമൊക്കെ ആയത്. അന്ന് കോർട്ട് അത് ആ ഒരു വാദം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഷാഹി ജമാ മസ്ജിദിന്റെ സർവേ ഒക്കെ അനുവദിച്ചു. അതാണ് വലിയ വിവാദമൊക്കെ ആയത്. അപ്പം സംഭൽ മോസ്ക് നടന്നിരിക്കുക, ഷാഹി ജമാ മസ്ജിദ് മോസ്ക്. അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്.
നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, അതിന് ഞാൻ വീണ്ടും പറയുന്നില്ല. 3 lakh crore ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗിവൻ ടു AP in 6 months. ആന്ധ്രാപ്രദേശിൽ ഇന്ന് അമിത് ഷാ NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ 20th റേസിംഗ് ഡേയിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു NDRFന്റെ റേസിംഗ് ഡേ എന്ന് പറഞ്ഞാൽ January 19 ആണ്, അത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് പൈറിക് പീസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 എഡിറ്റോറിയൽ എന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽസ്, ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന 2 എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ഇസ് റിഗാർഡിംഗ് ദ സീസ് ഫയർ ബിറ്റ്വീൻ ഹമാസ് ആൻഡ് Israel. Hamas and Israel decided to go for a ceasefire for 42 days. ആദ്യം 42 days. This is not a permanent ceasefire. This is not a permanent end of the war between the warring parties, but it is just a ceasefire for 42 days. ആ 42 days ceasefire സമയത്ത് കുറെ ഹോസ്റ്റേജസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലീസ് ചെയ്യും. 2 സൈഡിലും ഹോസ്റ്റേജസ് ഉണ്ട്. ഇസ്രായേലിന്റെ സൈഡിൽ ഹമാസ് സോൾജേഴ്സിന്റെ ഹോസ്റ്റേജസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഹമാസിന്റെ കയ്യിൽ ഇസ്രായേലുകാരും ഹോസ്റ്റേജസ് ആയിട്ടുണ്ട്. ബന്ദികൾ, ഈ ബന്ദികളെ പരസ്പരം കൈമാറ്റം ചെയ്യും. ബന്ദികളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ 16ാം ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഈ പറഞ്ഞ ഹോസ്റ്റേജ് റിലീസ് കഴിയും. 16th ഡേയിൽ ഇവർ ഞങ്ങൾ വീണ്ടും ഒരു ടോക്ക് നടത്തും. ആ ടോക്കിന്റെ സമയത്ത് ഇവർ ഫർദർ ആയിട്ട് എങ്ങനെ മൂവ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കും. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേജും 3rd സ്റ്റേജും ഒക്കെ ആയിരിക്കും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ പോകുന്നത്. ഈ ഇസ്രായേൽ ഹമാസ് വാറിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ദാറ്റ് വാർ വാസ് എറപ്റ്റഡ് ആഫ്റ്റർ ദ അറ്റാക്ക് by Hamas on Israel on October 7, 2023. After that, Israel brutally retaliated and around 46,000 of Palestinians were killed in Gaza. Lakhs of Palestinians were injured and many of them were displaced from their homes. And ഒരുപാട് പോവർട്ടി എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നു ഗാസയിലുള്ള ആൾക്കാർക്ക്. അപ്പം ഇത് യുദ്ധം ഒഴിവാക്കാനും അല്ലെങ്കിൽ യുദ്ധം നിർത്തലാക്കാനും ഒക്കെ അമേരിക്കയൊക്കെ ശ്രമിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഈവൻ റിലീഫ് ക്യാമ്പുകളിലേക്ക് ട്രക്കുകൾ വരാൻ പോലും ഇസ്രായേൽ അനുവദിച്ചില്ല. ഇസ്രായേൽ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് വാസ് ടു കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ഓൾ ദ ഹമാസ് ഫെസിലിറ്റീസ് ആൻഡ് ഈ പറഞ്ഞ ഗാസ ഏരിയയുടെ ഭരണം അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരിലേക്ക് കൊടുക്കുക, ഹമാസിന് അവിടുത്തെ റൂളിൽ നിന്ന് ഒഴിവാക്കുക, ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക, അതൊക്കെയായിരുന്നു ലക്ഷ്യം. പക്ഷേ യുദ്ധം ഇത്രയും നാൾ നീണ്ടു നിന്നു. ഹമാസിന്റെ ടോപ്പ് ലീഡർഷിപ്പിലെ പലരെയും കില്ല് ചെയ്യാൻ ഇസ്രായേലിനായി. ബട്ട് ദേ ഗോട്ട് ഓൺലി ലിമിറ്റഡ് സക്സസ്. ഈവൻ ഇഫ് ദെയർ ടോപ്പ് ലീഡർഷിപ്പ് വെർ കിൽഡ് ബൈ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ്, ദ കോൺസെപ്റ്റ് ഓഫ് ഹമാസ് ഈസ് സ്റ്റിൽ വെരി മച്ച് ഇൻടാക്ട്. ദാറ്റ് ഹമാസ് ഈസ് സ്റ്റിൽ റൂളിംഗ് ഗാസ. ആൻഡ് അതുപോലെ തന്നെ many of the hostages are still with Hamas. So the stated objective of Israel to demolish the entire structure of Hamas and free the hostages, that was not fulfilled. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇസ്രായേലിന് ജയിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് വീക്കൻ ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും ഒക്കെ പോലുള്ള സംഘടനകൾ എന്നേ ഉള്ളൂ. തിരിച്ച് നോക്കുമ്പോഴും ഹമാസിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഹമാസും എന്ത് വിജയിച്ചു? ഹമാസിന് ഈ ഇസ്രായേൽ പലസ്തീൻ പ്രോബ്ലം ലൈവായിട്ട് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറം നത്തിങ് ദേ ഓൾസോ ഗോട്ട്. അവര് ഒന്നും അവർക്ക് നേടാൻ പറ്റില്ല. ഈ വൺസ് ദിസ് വാർ എൻഡ്സ്, അറബ് ഇസ്രായേൽ നോർമലൈസേഷൻ പ്രോസസ് വിൽ ഓൾസോ happen because Donald Trump is a strong supporter of Arab-Israel normalization, and for that he only introduced the Abraham Accord. So again, Donald Trump is going to become the president of America today, that is on January 20. Today is January 20. So he will actively mediate between Israel and Saudi Arabia, like Arab nations, to normalize their relationship, and it is going to happen also. In that sense, Hamas also is a ഒരു ലൂസർ ഇൻ ദിസ് വാർ. അപ്പൊ അതുകൊണ്ട് ആരും യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ ഒരു പീസ് എഗ്രിമെന്റും വളരെ ഫ്രജയിലാണ്. എപ്പോ വേണമെങ്കിലും അത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ഒരാൾ ഇതില് എന്തെങ്കിലും ഒരു ചെറിയ ഒരു
വെടിനിർത്തൽ കരാർ ലംഘിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അത്രത്തോളം ഫ്രജൈൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഈ 42 days കഴിയുമ്പം ഒരു പെർമനന്റ് ആയിട്ടുള്ളൊരു ഈ പറഞ്ഞ സീസ് ഫയറോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എൻഡ് ഓഫ് ദ വാറോ ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഹമാസിനെ അവിടെ റൂൾ ചെയ്യാൻ ഒരിക്കലും ഇസ്രായേൽ അനുവദിക്കാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഹമാസിന് അവിടെ നിന്ന് അധികാരത്തിന് പുറത്ത് പോയിട്ട് ഒരു പാലസ്തീനിയൻ അതോറിറ്റി ഭരിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലൊക്കെ. ആ പാലസ്തീനിയൻ അതോറിറ്റിയിലേക്ക് ഭരണം കൈമാറ്റം ചെയ്യാൻ ഒരു പക്ഷേ ഇസ്രായേൽ തയ്യാറായേക്കും. പക്ഷെ അങ്ങനെ പലസ്തീനിയൻ അതോറിറ്റി ഇസ്രായേൽക്ക് ഈ ഹമാസ് ഭരിച്ചുകൊണ്ടിരുന്ന ഗാസ ഭരിക്കാനുള്ള അവസരം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഗാസയിൽ തമ്പടിച്ചിരിക്കുന്ന ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് IDF അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യണം. അതിന് ഇസ്രായേൽ തയ്യാറായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഈ പാലസ്തീനിയൻ അതോറിറ്റിക്കോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു മുന്നണിക്കോ ഒക്കെ ഈ ഗാസ ഭരിക്കാൻ പറ്റും. അങ്ങനെ ഹമാസിന് ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനും പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പീസ് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള US, ഈജിപ്റ്റ്, ഖത്തർ, ഈവൻ UN അവരെല്ലാവരും ചേർന്ന് ശ്രമിക്കണം. അതൊക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ RG കർ മെഡിക്കൽ കോളേജിൽ നടന്ന മർഡർ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന വിധി. ഈ മർഡറിലെ പ്രതിയുടെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അന്ന് പറയുന്നില്ല, പ്രതിയുടെ പേരൊന്നും നമ്മൾ കാണാടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ കുറ്റക്കാരന് ആണ് എന്ന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ കേസ് അന്വേഷിച്ചത്. അതിന്റെ നമ്മളെ ഭാരതീയ ന്യായ നൗ ദർ ഈസ് നോ IPC, Indian Penal Code. Indian Penal Code was formulated by British colonial rulers. That's why Government of India recently introduced BNS, Bharatiya Nyaya Samhita, instead of IPC, Indian Penal Code. And from July 1st, 2024 onwards, Bharatiya Nyaya Samhita is being used for all kinds of criminal cases instead of IPC, dealing with criminal cases instead of IPC. So Bharatiya Nyaya Samhita BNS section 64, section 66, section 103(1) ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്നും പ്രതിക്ക് മാക്സിമം ഡെത്ത് പെനാൽറ്റിയും മിനിമം ലൈഫ് ഇംപ്രിസൺമെന്റും വിധിക്കണമെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞു. സോ ഹിസ് sentence will be declared today. Most probably it will be a death penalty. Okay. പക്ഷെ അപ്പോഴും നമ്മളിവിടെ മറ്റു ചില ക്വസ്റ്റ്യൻസ് അവശേഷിക്കുന്നുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഒരു പ്രതിക്ക് മാത്രം ഇങ്ങനെ കാര്യം പറ്റുമോ? ഇനി ചെയ്യാൻ പറ്റി അയാൾ തന്നെയാണ് എന്നിരിക്കട്ടെ. പക്ഷേ കൊൽക്കത്ത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ he tried to erase all kinds of evidences. He tried to tamper with the evidences of this murder. Well, he is also guilty in this case. അപ്പൊ അദ്ദേഹം ഗിൽറ്റിയാണ്. അതുപോലെ തന്നെ പോലീസ് FIR ഇടുന്നതിന് ഉൾപ്പെടെ വലിയ കാലതാമസം വരുത്തി. അപ്പൊ പോലീസിലെ പലരും ഇതിൽ കുറ്റവാളികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരാളുടെ ഇപ്പൊ പണിഷ്മെന്റ് കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. ആ കുട്ടിയുടെ പേരൻസ് അവര് ഇതിൽ സാറ്റിസ്ഫാക്ഷൻ രേഖപ്പെടുത്തിയെങ്കിൽ അവർ പറഞ്ഞത് ദ ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ഗോ ഓൺ ആൻഡ് ഓൾ അതർ കൾപ്രിറ്റ് ഷുഡ് ബി നമ്മളുടെ നിയമത്തിന്റെ മുന്നിൽ ഷുഡ് ബി ബ്രിങ് ബിഫോർ ദ ലോ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അവരെല്ലാവരും ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെ അതിൽ ചെയ്ത തെറ്റുകൾക്ക് പണിഷ്മെന്റ് വാങ്ങണം. അവിടുത്തെ പോലീസ് സിസ്റ്റം അതിൽ ആരൊക്കെ ഇതിൽ ഉത്തരവാദികളായിട്ടുണ്ടോ അവരെല്ലാവരും ഇതിൽ വാങ്ങണം, പിന്നെ ശിക്ഷ വാങ്ങണം. അതുപോലെ തന്നെ ഇതില് ഈ ഇപ്പോഴും വിമൻ സേഫ്റ്റി എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജുകളിലോ വിമന്റെ വർക്ക് പ്ലേസസിൽ പലയിടത്തും ഇല്ല. ഈവൻ പ്രോപ്പർ റെസ്റ്റിംഗ് റൂം പോലും പല മെഡിക്കൽ കോളേജുകളിലും, ഇന്ത്യക്കകത്തുള്ള പല ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ പോലും ഇല്ല. അപ്പം ആ ഒരു സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയുള്ള ഒരുപാട് നടപടികളൊക്കെ ഇതിന് ശേഷം വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. പക്ഷെ അതിലേക്കുള്ള ഫോളോ അപ്പ് ആക്ഷൻസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ മര്യാദയ്ക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ RG കർ മെഡിക്കൽ കോളേജിലെ വിക്ടിമിന് നീതി കിട്ടുള്ളൂ എന്നുള്ളത്. അവർക്ക് മാത്രമല്ല നീതി കിട്ടേണ്ടത്, ഭാവിയിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും ഉണ്ടാകണം. അപ്പൊ അതാണ് ഇതിൽ രണ്ടാമത്തെ എഡിറ്റോറിയൽ പറഞ്ഞത്. അതിന് കൂടുതലൊന്നും പറയാനില്ല എൻ്റെ അകത്ത്. പിന്നെ നമുക്കിവിടെ ആർട്ടിക്കിൾസ് 1-2 കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. പെട്ടെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. എ സർജ് ഇൻ റാഡിക്കൽ ഗവൺമെന്റ്സ് ദ ഹോപ്പ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. TS തിരുമൂർത്തി, ഹി ഈസ് എ വെരി വെരി റെസ്പെക്ടബിൾ പേഴ്സൺ ബിക്കോസ് ഹി വാസ് ദ ഫോമർ അംബാസഡർ ഓഫ് ഇന്ത്യ ടു യുണൈറ്റഡ് നേഷൻസ്. ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷൻസിലേക്കുള്ള പഴയ അംബാസഡർ ആയിരുന്നു TS തിരുമൂർത്തി. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് പല റാഡിക്കൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻസും പല രാജ്യങ്ങളിലും ഭരണം പതിയെ പിടിച്ചെടുക്കുന്നു.
But these radical organizations are getting wider acceptance after they are assuming power. If you take the example of Taliban in Afghanistan, previously US was fighting tooth and nail against Taliban. But US forces were defeated by Taliban in the Parayandi, because after 2 decades, US escaped from Afghanistan and Taliban came to power in Afghanistan. Now what is happening? The world's biggest powers, US, Russia, China, even India also cooperating with Taliban. And Taliban is getting a lot of funds directly from various superpowers in the world, United Nations, etc. Hello? 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 പറ. ഞാൻ ഇന്ന് അങ്ങോട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാൻ പറയാം. ഞാൻ ക്ലാസ് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഈ ദേ ആർ ഗെറ്റിംഗ് ലെജിറ്റിമസി. അപ്പൊ താലിബാൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് വളരെ ഡ്രഡഡ് ഓർഗനൈസേഷൻ ആയിരുന്നു. ദേ കമ്മിറ്റഡ് മെനി ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. ദേ കമ്മിറ്റഡ് മെനി ക്രൈംസ് അഗൈൻസ്റ്റ് വിമൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ. സ്റ്റിൽ ദേ ആർ not allowing women to pursue education in Afghanistan, and even they are not allowing them to properly dress according to their wish. They are imposing various kinds of dictates on all these women in Afghanistan, but still they are getting legitimacy. ഇതിൽ തിരുമൂർത്തി ഇന്ത്യ ഗവൺമെന്റ് താലിബാനുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ താലിബാനുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഡീൽ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഗൾഫ് മേഖലയിൽ വെച്ച് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി താലിബാനുമായിട്ട് മീറ്റിംഗ് നടത്തുന്നതിനെ കുറിച്ച് വലിയ ന്യൂസ് ഈ ഹിന്ദുവിൽ തന്നെ ഉണ്ടായിരുന്നു. സോ താലിബാൻ ഈസ് ഗെറ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ലെജിറ്റിമസി ഫ്രം വേരിയസ് സൂപ്പർ പവേഴ്സ് ഇൻ ദ വേൾഡ്. ഇനി രണ്ടാമത് പുള്ളി പറഞ്ഞിരിക്കുന്നത് സിറിയയെ കുറിച്ചാണ്. സിറിയയിൽ ഇപ്പൊ അധികാരത്തിൽ വന്ന ആരാണ്? ഒരു പഴയ അൽഖ്വയ്ദ ലീഡറാണ്. അൽഖ്വയ്ദയായിട്ട് ബന്ധം ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു സംഘടനയുടെ പേരൊക്കെ നീ പറയുന്നുണ്ട്, HTS എന്ന സംഘടന. ദേ സീസ്ഡ് പവർ from Bashar al-Assad of Syria, and now what the global powers are doing, HTS ന്റെ ലീഡർ പുള്ളിയുടെ പേര് ഇതിലുണ്ട്, അബു മുഹമ്മദ് അൽ ജൊലാനി. അദ്ദേഹത്തിന്റെ തലയ്ക്ക് $10 മില്യൺ വിലയിട്ടിരുന്നതാ US. പക്ഷെ ഈ അധികാരത്തിൽ വന്നതും അത് അവർ പിൻവലിച്ചു. And he is also getting red carpet welcome in many countries. ഇസ്ലാമിക് കൺട്രീസിൽ മാത്രമല്ല, മറ്റ് യൂറോപ്യൻ നേഷൻസ്, അതുപോലെ USA, ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യാണ് ജൊലാനിയെ. ഫോമർ അൽഖ്വയ്ദ ലീഡർ ആണെന്ന് നോക്കണം. ഇനി താഴോട്ട് വരുമ്പോൾ നമ്മളെ തൊട്ടയൽപക്കത്തുള്ള ബംഗ്ലാദേശിനെ കുറിച്ചാണ് പറഞ്ഞത്. ബംഗ്ലാദേശിൽ there was a legitimate government elected by people of Bangladesh. That was Sheikh Hasina government. Sheikh Hasina government was overthrown by students of Bangladesh. അതിൽ ഷെയ്ഖ് ഹസീനയുടെ അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അവര് അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഉള്ള ഒരു പോപ്പുലർ അപ്രൈസിംഗ് ആണ് അതിന് കാരണമായതെങ്കിലും നൗ all the religious extremists in Bangladesh are propping up the interim government of Muhammad Yunus in Bangladesh. And they are trying to eliminate the minority communities there. Previously under Sheikh Hasina, there was a secular government, there was a secular constitution. That constitution was also rewritten by these extremist forces in Bangladesh. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ഉള്ളത്, ഈവൻ തീവ്രവാദ സംഘടനകൾ വരെ ഉണ്ട്. And this Muhammad Yunus government is watching silently these attacks against the minority communities in Bangladesh. Minority communities എന്ന് പറയുന്നത് ഹിന്ദുസ് മാത്രമല്ല, ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റും എല്ലാ ആൾക്കാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് നടക്കുകയാണ്. അപ്പോൾ what the US did was the Biden administration actively supported the Muhammad Yunus government. When the religious extremists in Bangladesh attacked the various minority institutions and they killed many minority people, the US State Department didn't give even a statement against such kinds of facts. അപ്പോൾ ഇന്ത്യയുടെ വലിയ സുഹൃത്തെന്ന് എന്നിട്ട് പറയുന്നവർ ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്തത് ഷെയ്ഖ് ഹസീന ആയിരുന്നു. എന്നിട്ട് അമേരിക്ക ചെയ്തത്. ട്രംപ് വരുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം. അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിന്റെയും സിറിയയുടെയും
അഫ്ഗാനിസ്ഥാന്റെ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ റിലീജിയസ് ഫാനറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അധികാരത്തിൽ വരുമ്പോൾ പക്ഷെ അവർക്ക് ലെജിറ്റിമസി കിട്ടുന്ന ഒരു കൗതുകകരമായ അവസ്ഥ ലോകത്തുണ്ടാവുന്നു എന്നുള്ള അതാണ്. അപ്പൊ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കേണ്ടതിന്റെ കാര്യവും UN-ലേക്ക് ഇന്ത്യ പലപ്പോഴും ഇന്ത്യ സ്റ്റാൻഡ് എടുത്ത കാര്യവും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിലുള്ളത്. പിന്നെ രണ്ടാമത്തെ ആർട്ടിക്കിൾ നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞേക്കാം. റീകാസ്റ്റിംഗ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. ഇത് ഓടിച്ച് ഞാൻ പറയാം. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC 2016 is a very important act for resolution of corporate debts in India. കോർപ്പറേറ്റ്, അതായത് വലിയ കമ്പനികളെ കടം വാങ്ങിയിട്ട് പൈസ തിരിച്ചു കൊടുക്കൂല ബാങ്കുകൾക്ക്. പ്രീവിയസ്ലി there were some acts, ഇപ്പോഴും ഉണ്ട്. സർഫേസി ആക്ട് എന്നൊക്കെ പറഞ്ഞ ആക്ട് ഒക്കെ ഉണ്ട്. സർഫേസി ആക്ടിന്റെ എക്സ്പാൻഷൻ ഒക്കെ വളരെ വലുതാണ്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്ത് അത് എഴുതിയെടുത്തോ, എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. സർഫേസി ആക്ടിന്റെ എക്സ്പാൻഷൻ, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. അപ്പൊ എന്തായാലും this act was not enough for dealing with fugitive economic offenders like Vijay Mallya, Nirav Modi, Mehul Choksey, etc. So in 2016, the then Finance Minister of India, Arun Jaitley, introduced a new act. Now he's no more. He died. That act is IBC 2016, Insolvency and Bankruptcy Code 2016. അത് വളരെ സ്ട്രോങ് ഒരു ആക്ട് ആണ്. അത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ഡെറ്റ് അവര് മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്തതോ ഒക്കെ ആണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പൊ അതിന് കുറെ പ്രോബ്ലംസ് നേരിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ട് ഈ IBC 2016 എന്നുള്ള ആക്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു അതോറിറ്റി ഉണ്ടാക്കി. അതോറിറ്റിയുടെ പേര് IBBA എന്നാണ്, പഠിച്ചു വെച്ചേക്കണം. To implement IBC 2016 Act in India, an institution was formed by Government of India. That institution is IBBA, Insolvency and Bankruptcy Board of India. Insolvency and Bankruptcy Board of India. And ഈ IBC ആക്ട് നടപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു കോടതി വേണം. ആ കോടതിയുടെ പേര് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നാണ്. NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. And above NCLT, National Company Law Tribunal, there is another apex court അതൊരു ട്രിബ്യൂണൽ ആണ്. NCLAT, National Company Law Appellate Tribunal. അപ്പോൾ to deal with the cases related to IBC 2016, there are two courts, NCLT, National Company Law Tribunal, and an apex court, NCLAT, National Company Law Appellate Tribunal. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇതൊക്കെ ഒന്നെന്ന് വെച്ചാൽ മൊത്തം 63 ജഡ്ജിമാരെ ഇവിടെ ഉള്ളൂ ഈ കോടതികളിൽ. ഈ 63 ജഡ്ജിമാർ എന്ന് പറഞ്ഞാല് ഇതില് കേസസ് ഡീൽ ചെയ്യാൻ പിന്നീട് പര്യാപ്തമായ എണ്ണം അല്ല, കൂടുതൽ ജഡ്ജിമാരുടെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ, അപ്പം ഈ ജഡ്ജിമാരുടെ എണ്ണം കുറവായത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ IBC 2016 നിയമങ്ങൾ അനുസരിച്ച്, ഈ ഒരു കിട്ടാക്കടം, ഒരു ബാങ്കിൽ നിന്ന് എടുത്ത ഒരു വലിയ കിട്ടാക്കടം ആ ബാങ്കിന് പെട്ടെന്ന് റിസോൾവ് ചെയ്ത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ്, എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ടങ്ങണ്ട് അതിന്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം 654 ഡേയ്സ് വേണ്ടി വന്നു ഒരു IBC കേസ് റിസോൾവ് ചെയ്യാൻ. കഴിഞ്ഞ വർഷം ഇപ്പൊ 716 ദിവസമായിട്ട് മാറി. 716 ദിവസം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 years ആയി കൂടി. അപ്പൊ അത് ജഡ്ജിമാരുടെ എണ്ണത്തിലെ കുറവ് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് 1999 എറാഡി കമ്മിറ്റി എന്നുള്ള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ്. 1999 ആലോചിച്ചോക്കണം, ഒരുപാട് വർഷം മുമ്പാണ്. ഇന്നത്തെ പല ബിസിനസ് മേഖലയിലെ പല റിയാലിറ്റീസും മനസ്സിലാക്കുന്ന രീതിയിലല്ല ഈ 1999 കാലഘട്ടം എന്ന് പറഞ്ഞത്. അപ്പൊ ആ കാലഘട്ടത്തിലെ റെക്കമെൻഡേഷൻസ് ബേസ് ചെയ്താണ് NCLT ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂ വേൾഡിലെ റിയാലിറ്റീസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ NCLT കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഡൊമൈൻ എക്സ്പെർട്ടൈസിന്റെ പ്രശ്നമാണ്. ഡൊമൈൻ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജെറ്റ് എയർവേസിന്റെ ഒരു കേസ് ഉണ്ടായി. ജെറ്റ് എയർവേസ് ഇതേ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് ജെറ്റ് എയർവേസ് ആകെ വിഷയത്തിലാണല്ലോ. ജെറ്റ് എയർവേസ് ഇപ്പൊ പൂട്ടിക്കിടക്കുകയാണ്.
അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ വിധി പറയണമെങ്കിൽ അതിൽ വിവരമുള്ള ജഡ്ജിമാർ വേണം. ആ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ള ജഡ്ജിമാർ ഇവിടെ കുറവുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജഡ്ജിമാർ മാത്രം പോരല്ല, അതിൻ്റെ താഴെയുള്ള സ്റ്റാഫുകൾ ഒരു എന്താ പറയുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം, അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും കുറവുകളും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ IBC 2016 എന്ന് പറയുന്ന നിയമം നടപ്പാക്കേണ്ട NCLT, NCLAT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോ ഇഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ആ ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ കാരണങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ആ കാരണങ്ങൾ എത്രയും പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്യാവുന്ന കാരണങ്ങളേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ. അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ നിയമങ്ങൾ നടപ്പാവുകയും ഇന്ത്യയിലെ ലക്ഷോപലക്ഷം കോടികളുടെ ബാങ്കിൽ നിന്ന് കിട്ടാക്കടമായിട്ട് ഓരോ ബിസിനസ്സുകാരന്മാർ പറ്റിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കാനും പറ്റും. അത് തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാൻ എനിക്ക് അതിന്റെ കുറച്ച് നോളജ് എനിക്കുണ്ട്. ഞാൻ പണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പൊ തന്നെ ഓൾറെഡി എനിക്ക് കുറെ ഇനി ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് അത് ഞാൻ വേറൊരു ദിവസം പറഞ്ഞില്ല. തിരിച്ചു പിടിക്കേണ്ട നടപടിക്രമങ്ങളും എന്തുകൊണ്ട് അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നിയമമായി മാറുന്നതൊക്കെ പറയാനുണ്ട് ഒരുപാട്. അത് പിന്നീട് ഒരു ദിവസം പറയാം. പിന്നെ ഈ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ട്രായ് എങ്ങനെയാണ് സ്പാം അറിയാലോ നമുക്ക്, അൺസോളിസിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കോൾസിനാണ് സ്പാം എന്ന് പറയുന്നത്. ഈ സ്പാം വലിയ പ്രോബ്ലമാണ്. ഈ സ്പാമിനെ ഡീൽ ചെയ്യാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവരാൻ പോയാണ്. ഇന്ത്യയിലെ ടെലികോം കമ്പനികളായ എയർടെലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. മറ്റു കമ്പനികൾ എയർടെലിനെ എമുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് നിങ്ങൾ നോക്കിക്കൊള്ളണം പിന്നീട്. അതിന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇതൊന്നും വേണ്ട. ലിറ്റ് ഫോർ ലൈഫ്, ഹിന്ദുവിന്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. ഈ പേജും അത് തന്നെയാണ്, അത് വേണ്ട. ഇനി നമ്മള് മഹാകുംഭമേളയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ കാണാം. മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മഹാകുംഭമേള 144 ഇയേഴ്സിൽ ഒരിക്കലാണ് നടക്കുന്നതാണ് എന്റെ വിശ്വാസം. 144 ഇയേഴ്സ്. സോ നമ്മളുടെ ലൈഫ് ടൈമിൽ നമ്മൾ കാണാൻ പോകണം മഹാകുംഭമേള ഇതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് മഹാകുംഭമേള വരുള്ളൂ. അല്ലാതെ കുംഭമേളകൾ, അർദ്ധ കുംഭമേള അതൊക്കെ നടക്കും 6 വർഷം കൂടുമ്പോഴൊക്കെ, 12 ഇയേഴ്സ് കൂടുമ്പോഴൊക്കെ. സോ പ്രയാഗ് രാജിലാണ് നടക്കുന്നത്. കാളേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് അതെവിടെയാണ് നടന്നിരിക്കുന്നത്? കാളേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് ഈസ് കാളേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ തെലങ്കാനയിലാണ്. അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ കുറെ ഇറഗുലാരിറ്റീസ് ഉണ്ടായെന്നാണ് പറയുന്നത്. കാളേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട്, ഇറ്റ് ഈസ് ഇൻ തെലങ്കാന. GP Singh appointed Chief of Central Reserve Police Force. ഇന്ത്യയുടെ CRPF, biggest paramilitary force in India. CRPF is the biggest, largest paramilitary force in India. അതിന്റെ പുതിയ ചീഫായിട്ട് GP സിംഗിനെ അപ്പോയിന്റ് ചെയ്തു. GP സിംഗ്. ഇതൊക്കെയാണ് ആ പേജിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകൾ. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ India's democracy has proven doubters wrong, says Modi. മോഡിയുടെ മൻ കി ബാത്ത്, മന്ത്ലി റേഡിയോ അഡ്രസ് ടു ദ നേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് മൻ കി ബാത്ത്. അതിനെ കുറിച്ചാണിത്. ഇന്നലത്തെ മൻ കി ബാത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഡെമോക്രസിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് പറയാൻ കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 75th ആനിവേഴ്സറി ആണ്. 1949 നവംബർ 26 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ 75 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് നടന്നിരിക്കുക. നാഷണൽ വോട്ടേഴ്സ് ഡേയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. നാഷണൽ വോട്ടേഴ്സ് ഡേ ഇസ് ഓൺ Jan 25. January 25 is National Voters Day. Why January 25 is being celebrated as National Voters Day? Because on that day, Indian Election Commission was formed. Election Commission was formed on January 25. അതുകൊണ്ടാണ്. പിന്നെ താഴോട്ട് വരുമ്പോ 9 navies hold joint drill in strategic straits between Indian Ocean and Pacific. സംഭവം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 9 രാജ്യങ്ങളുടെ നേവീസ് ഇന്നലെ ഒരു ജോയിന്റ് ഡ്രില്ല് നടത്തി. ലോകത്തിലെ പ്രധാനപ്പെട്ട ചില സ്ട്രേറ്റ് എന്ന് പറയുന്ന കടലിടുക്കുകളാണ് സ്ട്രേറ്റ്. പനാമ സ്ട്രേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് മലാക്ക സ്ട്രേറ്റില്, അത് സ്ട്രേറ്റുകളെ പേരൊന്നും പഠിക്കണ്ട, സുണ്ട എന്ന് പറയുന്ന സ്ട്രേറ്റില്, ലോംബുക്ക് എന്ന് പറയുന്ന സ്ട്രേറ്റില്, ഇവിടെയൊക്കെ ആയിട്ട് 9 നേവീസ്. ആ 9 നേവീസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, UK ആൻഡ് US പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഫ്രാൻസ് ആണ് ഇത് ഹോസ്റ്റ് ചെയ്തത് ഈ നേവൽ ഡ്രിൽ. അതിന്റെ പേര് അറിഞ്ഞിരിക്കുക. ആ നേവൽ ഡ്രില്ലിന്റെ പേരാണ് എവിടെ ഉണ്ടായിരുന്നു, ലാ പെറോസ്. This is a naval drill hosted by French Navy
and the participation from 9 most important countries from all over the world made it a very important joint drill, naval joint drill. അത് മെയിൻലി നടന്നത് 3-4 സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ട്രേറ്റ്സിലാണ്. സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കടലെടുക്ക്. പിന്നെ ഡൊണാൾഡ് ട്രംപ് January 20 ആയ ഇന്ന് അധികാരമേൽക്കുന്നു അമേരിക്കയിൽ. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് ജയശങ്കറാണ്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. ഈ ഓത്ത് ടേക്കിംഗ് സെറമണിയിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് ബിസിനസ് പേജ് ഇല്ല, മണി വേസ് പേജ് ആയിരുന്നു. വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനെ കുറിച്ചാണ്. പിന്നെ ASEAN tells Myanmar junta to prioritize ceasefire over elections. ASEAN, what is ASEAN? Association of Southeast Asian Nations. Southeast Asian Nations. So it is an association of Southeast Asian countries. 10 Southeast Asian countries formed ASEAN, Association of Southeast Asian Nations, and its headquarters is in Jakarta in Indonesia. Out of those ASEAN countries, Myanmar is being ruled by junta. Junta means പട്ടാളം ഭരിക്കുന്ന ഒരേ ഒരു ആസിയാൻ കൺട്രിയാണ് മ്യാൻമർ. അതുകൊണ്ട് തന്നെ മ്യാൻമറിനെ പലപ്പോഴും ആസിയാൻ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താറുണ്ട് അതിന്റെ പേരിൽ. കാര്യം there is no democracy. അതുകൊണ്ട് തന്നെയാണ് മ്യാൻമർ. ഓക്കെ, പിന്നെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഹോക്കി ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹോക്കി ഇന്ത്യ ലീഗ് എന്നാണ് അതിന്റെ പേര്. HIL എന്ന് പറയും. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റില് ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന എവിടെയാണ്? ഓസ്ട്രേലിയയില് ആണ് നടക്കുന്നത്. പിന്നീട് അത് ഇന്ത്യ ഒരു വർഷം നടക്കുന്ന ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന മെയിൻ വെന്യൂവിന്റെ പേര് റോട്ട്ലേവർ അരീന എന്നാണ്. റോട്ട്ലേവർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എവർ ഓസ്ട്രേലിയൻ ടെന്നീസ് പ്ലെയർ. To honor him, the main venue of Australian Open tennis is known as Rottlever Arena. This Australian Open is the first Grand Slam tennis tournament in a calendar year. ഒരു calendar yearലെ first Grand Slam tennis tournament ആണ്. അത് കഴിയുമ്പോൾ ഫ്രഞ്ച് ഓപ്പൺ വരും, അത് കഴിയുമ്പോൾ വിംബിൾഡൺ വരും, ലാസ്റ്റ് US ഓപ്പൺ വരും. ഈ 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകൾ. പിന്നെ ബാഡ്മിന്റണിലെ ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ കഴിഞ്ഞു. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൈറ്റിൽ കിട്ടിയത് പുരുഷന്മാരിൽ വിക്ടർ അക്സേൽസൺ എന്നുള്ള ഡെൻമാർക്കുകാരനാണ്. വിക്ടർ അക്സേൽസൺ, ഹീസ് ഫ്രം ഡെൻമാർക്ക്. വിക്ടർ അക്സേൽസൺ ഇന്ത്യൻ ഓപ്പൺ, ഇന്ത്യയിൽ നടന്ന ബാഡ്മിന്റൺ ടെന്നീസ് ടൂർണമെന്റ് വിൻ ചെയ്ത്. ഫീമെയിലില് സൗത്ത് കൊറിയക്കാരിയായ ആൻ സെ യങ് വിജയിച്ചു. ഫീമെയിൽ. പിന്നെ വിജയ് ഹസാരെ ട്രോഫി കർണാടക വിൻ ചെയ്തു. വിജയ് ഹസാരെ ട്രോഫി ഞാൻ പലതവണ പറഞ്ഞാണ്, ഡൊമസ്റ്റിക് 1 day ചാമ്പ്യൻഷിപ്പ് ആണ് വിജയ് ഹസാരെ ട്രോഫി. ദാറ്റ് വാസ് won by കർണാടക ആഫ്റ്റർ ഡിഫീറ്റിംഗ് വിദർഭ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവില് നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകൾ. ബാക്കി നാളെ. താങ്ക് യു.